ഹലോ ഗൈസ്, അപ്പോൾ അതേ നമ്മുടെ ഹോസ്പിറ്റൽ വാസവും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മുറ്റമൊന്നും ശ്രദ്ധിക്കാൻ പറ്റാണ്ടായി. അങ്ങനെ മഴയൊക്കെ ഉള്ളത് കാരണം നിറയെ പുല്ല് വളർന്നേക്കാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ ഈ പുല്ല് അങ്ങോട്ട് പറിച്ച് കളയാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ അതേ പുല്ല് ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കുന്തുകാലിരിക്കുമ്പോഴല്ല നട്ടലൊക്കെ അല്ലെങ്കിൽ നടുവൊക്കെ ഭയങ്കര വേദന. അങ്ങനെ കുറച്ച് സൈഡ് ഞാൻ പറിച്ച് കളഞ്ഞു. എന്നിട്ട് ബക്കറ്റിൽ കൊണ്ടേ കളയുമ്പോഴാണ് ദേ ഈ കാണുന്ന വുഡുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്നാൽ പിന്നെ ഇതിനകത്ത് ഒരു വുഡ് സെലക്ട് ചെയ്തിട്ട് പണ്ടത്തെ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളൊരു പലകില്ലേ, ഇരിക്കുന്നൊരു പലക, അതുപോലത്തെ ഒരു പലക ഉണ്ടാക്കിയാലോ. അപ്പോൾ ഈ പുല്ലുപറിയൊക്കെ എപ്പോഴും വേണ്ട സംഭവമല്ല. അങ്ങനെ ഒരു പലക ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ പലക പെർഫെക്റ്റ് ലെവലിലൊന്നും വരില്ല, താൽക്കാലികമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു പലക. അങ്ങനെ ഞാൻ ആ വുഡ് അങ്ങോട്ട് എടുത്തുകൊണ്ടും വന്നു. എന്നിട്ട് നമ്മുടെ പട്ടിക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി പണ്ട് മേടിച്ച വാളാണിത്. അപ്പോൾ ഇത് ഏകദേശം പട്ടിക്കൂട് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 വർഷമായിട്ട് ഈ സാധനത്തിന് റെസ്റ്റാണ്. വല്ലപ്പോഴും ഇത്തരത്തിലുള്ള ചെറിയ പരിപാടികളല്ലാണ്ട് വേറൊന്നുമില്ല. അങ്ങനെ അതേ ഞാൻ ഈ സംഭവം എടുത്ത് അങ്ങോട്ട് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തിരി ഹാർഡാണ്. നന്നായിട്ട് ട്രൈ ചെയ്തപ്പോഴാണ് ഇങ്ങനെ മുറിഞ്ഞ് പോകുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ഐഡിയ വന്നു, എങ്ങനെ പലക ഉണ്ടാക്കാമെന്നുള്ളൊരു ഐഡിയ വന്നു. ആ ഐഡിയ വെച്ച് ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം ആകപ്പാടെ ടയേർഡായിട്ട് അങ്ങനെ 2 കഷ്ണം ഇതിൻ്റെ അകത്തുനിന്ന് മുറിച്ചു. ബാക്കി ചെറിയ കഷ്ണം വേറെ ഒരു പലകയിൽ നിന്ന് മുറിച്ചു. എന്നിട്ട് ഇതേ നമ്മൾ പലക, ആ പലകയിൽ ചെറിയൊരു ആണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ പലക ഉണ്ടാക്കാനുള്ള ആ ഡ്രോയിങ് ഇതേ ഇങ്ങനെയാണ്. 2 പലക അപ്പുറപ്പുറം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതേ ചെറിയ കഷ്ണങ്ങൾ വെച്ച് ആണി അടിച്ചിട്ട് അതൊരു പലകയോ, എന്നിട്ട് അതിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലും ബേസ് ബോർഡോ അല്ലെങ്കിൽ മൈക്കയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനമൊക്കെ വെച്ച് അടിച്ച് ശരിയാക്കുക എന്നുള്ളതായിരുന്നു പ്ലാൻ. അങ്ങനെ നമ്മുടെ വർക്ക് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ആണിയൊക്കെ അതിൽ അടിച്ച് കയറ്റി നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ മഴ വന്നത്. അങ്ങനെ മഴ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ദേ മഴ വന്നുകൊണ്ട് അടുത്ത വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ പലക ദേ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പലക. അപ്പോൾ ഇതുമേൽ ഇരുന്നുകൊണ്ടാണ് ഇനി ഇത് പുല്ല് പറിക്കാൻ പോകുന്നത്. അപ്പോൾ ദേ പലകയൊക്കെ റെഡി ആയതുകൊണ്ട് പിന്നെ മഴ വന്നതുകൊണ്ട് ദേ കുടയൊക്കെ ചൂടിയിരുന്ന് നമ്മൾ പുല്ല് അങ്ങോട്ട് പറിച്ചു. അങ്ങനെ 2 ദിവസം കൊണ്ട് വീടിന് ചുറ്റിനുമുണ്ടായ പുല്ലുകൾ മുഴുവനും പറിച്ചു തീർന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഈ പലക നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാമല്ലോ. അതുകൊണ്ട് പലകയെ കളയാണ്ട് മാറ്റി വെച്ചേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. താങ്ക് യു.